അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലൂവർ മ്യൂസിയത്തിൻ്റെ വെളിയിലുള്ള പാർക്കിലാണ്. ലൂവർ മ്യൂസിയത്തിൻ്റെ വെളിയിലായിട്ട് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാലത്തിൽ കൂടെ നടക്കാൻ പറ്റും. ഇവിടുത്തെ മെയിൻ പ്രത്യേകത നമുക്ക് കടലിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റും. പാലത്തിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഈവനിങ് ടൈം നമുക്ക് നല്ലോണം വാക്കിങ്ങിന് വരാൻ പറ്റിയ സ്ഥലമാണ്. ഫ്രീ ആണ്, നമുക്കിവിടെ കയറുന്നതിന് ഫീസൊന്നുമില്ല. ലൂവർ മ്യൂസിയത്തിൽ കയറുന്നതിന് മാത്രം പൈസയുണ്ട്, ഒരു എമൗണ്ട് അവർ പേ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വെളിയിലാണ് നിൽക്കുന്നത്. നമുക്ക് കടലിലേക്ക് ഉള്ളിലോട്ട് നമുക്ക് നടക്കാം. നല്ലൊരു വാക്ക് വേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല കാറ്റാണ്, നല്ല കാറ്റുണ്ട്, നല്ല അന്തരീക്ഷമാണ്. ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. കുറച്ച് പേരൊക്കെ അവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്. അടിപൊളി ഒരു മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പിടിച്ചതാണ്. അലോടല്ല. ആക്ച്വലി പുള്ളി പറയുന്നത് ഇവിടെ ഫിഷിങ് അലോഡല്ലെന്നാ. പക്ഷെ അവർ റിസ്കിലെങ്കിൽ എടുത്ത് ചെയ്യുവാണ്. പക്ഷെ ഒരുപാട് പേരുണ്ട്, 1-2 പേരല്ല, കുറേ പേര് ഫിഷ് ചെയ്യുന്നുണ്ട് ഇവിടെ. കുറച്ച് ധൈര്യം കൊണ്ട് ട്രൈ ചെയ്യാം. നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ എന്നാ, ബൈ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, നന്നായിരിക്കും. നല്ലൊരു വാക്കിങ്ങിന് പറ്റിയ ഏരിയ ആണ്. ഇത് കുറച്ചൊക്കെ റിസ്ക് ആണ്, ഇങ്ങനൊന്നും ചെയ്ത് കളയരുത്. ഫാമിലിയായിട്ട് നല്ലോണം നടക്കാനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും നല്ലതായിരിക്കും. കിഡ്സിനൊക്കെ കൊണ്ടുവന്ന് കളിക്കാനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ നല്ലൊരു ഇടമായിരിക്കും. അപ്പോൾ ശരി, ബൈ, ടാറ്റാ. കൂടുതൽ ട്രാവൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.